നിരാശപ്പെടാൻ വകയില്ലാത്ത രീതിയിൽ, ദുഃഖിക്കാൻ വകയില്ലാത്ത രീതിയിൽ നമുക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കാൻ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അത്ഭുത വഴികൾ. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, അവൻ ആരെല്ലാം നമ്മളെ കണ്ടിട്ടും കാണാതെ പോയാലും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, ഞാൻ കൊടപ്പനക്കുന്നിലാണ് അന്ന് എൻ്റെ ബ്രദർ താമസിക്കുന്നത്. വീട്ടിൽ നിന്ന് ഞാൻ 96 എഴുതിയ പാട്ടാണ്. 96 ഇന്നുവരെ അത് എങ്ങും പാടിയിട്ടില്ല. 96 എഴുതിയ പാട്ടാണ്. ഞാൻ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന് വീട്ടിൽ കയറിയപ്പം എൻ്റെ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇവിടെ താമസിക്കണമെങ്കിൽ ബിസിനസ് കൂടെ ചെയ്യണം. ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇവിടെ താമസിക്കല്ലേ, സുവിശേഷ വേല മാത്രമാണെങ്കിൽ നീ വേറെ എവിടെയും പോയി താമസിച്ചോണം. ഞാൻ വന്ന അതേ ബാഗ് എടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. രാത്രി അന്ന് വൈകുന്നേരം രാത്രി കേരള എക്സ്പ്രസ്സിനാണ് വന്നത്. സന്ധ്യ മയങ്ങുന്ന സമയം ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാണ് പേരൂർക്കടയിലേക്ക്. ഒരു നീല ഫുട്ബോളിൻ്റെ പടമൊക്കെയുള്ള ടീഷർട്ട് ഇട്ടുകൊണ്ട് ഞാനിങ്ങനെ നടന്നു പോവുകയാണ്. ആ ട്രെയിനിൽ വന്നിറങ്ങിയ ഉടുപ്പ് തന്നെയാണ്. ആ ഉടുപ്പൊക്കെ ഇന്ന് മറന്നിട്ടില്ല. ഞാൻ നടന്ന് പേരൂർക്കട ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ ഞാൻ വളരെ സ്നേഹിക്കുന്ന, പേര് പറയത്തില്ല, ഒരാൾ ഇങ്ങനെ ഓപ്പോസിറ്റ് വന്നു. എന്നെ കണ്ടിട്ട് വണ്ടി നിർത്താതെ അദ്ദേഹം പോയി. വണ്ടി നിർത്താതെ പോയപ്പോൾ എനിക്ക് നിർത്തിയിരുന്നെങ്കിൽ ഒന്ന് മിണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്നെ കണ്ടിട്ടും കാണാതെ പോയത് കണ്ടപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ഞാൻ പേരൂർക്കട ജംഗ്ഷനിൽ വന്നു. ആ മഹാരാജ സ്റ്റുഡിയോയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. ആ സമയത്താണ് പേരൂർക്കട ചർച്ചിലെ ജോബോയും ചാക്ക് അതുവഴി ഇങ്ങനെ വന്നു. ജോബോയും ചാക്ക് എന്നോട് ചോദിച്ചു, എന്താ റോയ് ബ്രദർ എന്ന് വന്നു, എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഒന്നുമില്ല. ബാഗൊക്കെ പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ലോഡ്ജ് മുറികൾ പലതും നോക്കിയിട്ട് ഇന്ന് കിട്ടിയില്ല, നാളെ കിട്ടുകയുള്ളൂ. അന്ന് രാത്രി അന്നെ വീട്ടിലേക്ക് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ആരുടെയും വീട്ടിൽ വരത്തില്ല. റോഡിൽ കിടക്കാൻ തൻ്റെ ഇടമുണ്ട്. ഞാൻ കഴിഞ്ഞ 6 വർഷം ഞാൻ വടക്കേ ഇന്ത്യയിലല്ലായിരുന്നു. അതുകൊണ്ട് കേരളത്തിലെ കടത്തുണ്ടെന്നൊരു വിഷയമല്ല. അന്ന് രാത്രി പേരൂർക്കട മഹാരാജ സ്റ്റുഡിയോയുടെ മുമ്പിൽ ഞാൻ ആ സ്റ്റെപ്പിൽ കിടന്നു. അടുത്ത ദിവസം ലോഡ്ജ് മുറി കിട്ടി. പിറ്റേ ദിവസം രാവിലെ അന്ന് ജോബോയ് ബ്രദറിൻ്റെ അടുത്ത് ജബൂച്ച എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഭാരം പറഞ്ഞപ്പം, റോയ് ബ്രദറിനെ ദൈവം വിളിച്ചത് താഴാൻ വേണ്ടിയല്ല, റോയ് ബ്രദറിനെ ദൈവം വിളിച്ചത് ഉയരാൻ വേണ്ടിയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. എൻ്റെ പേര് റോയ് എന്നാണല്ലോ. എൻ്റെ റോയ് ബ്രദറിനെ ദൈവം വിളിച്ചത് താഴാൻ വേണ്ടിയല്ല. വേദോസിൻ്റെ വാക്യമൊന്നും പറഞ്ഞില്ല, ഇത്രേ പറഞ്ഞുള്ളൂ. റോയ് ബ്രദറിനെ ദൈവം വിളിച്ചത് താഴാൻ വേണ്ടിയല്ല, റോയ് ബ്രദറിനെ ദൈവം വിളിച്ചത് ഉയരാൻ വേണ്ടിയാണ്. എൻ്റെ ഒരു പഴഞ്ചൻ ഡയറി എടുത്ത് അന്ന് രാത്രി ഞാൻ എഴുതി വെച്ച്, റോയിയെ ദൈവം വിളിച്ചത് താഴാൻ വേണ്ടിയല്ല, റോയിയെ ദൈവം വിളിച്ചത് ഉയരാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത ദിവസം ലോഡ്ജിൽ ചെന്നു. ലോഡ്ജ് മുറി കിട്ടി. അതിനകത്ത് കിടന്നുകൊണ്ട് എഴുതിയ പാട്ടാണ്, ഉണ്ടെന്ന് തോന്നുന്നോർ തള്ളിടുമ്പോൾ, കണ്ടെന്ന് തോന്നുന്നോർ കണ്ണടച്ചിടുമ്പോൾ, യോസേപ്പിൻ്റെ ദൈവമേ നീ മാത്രം ആണ് എനിക്ക് ആശ്രയം, എൻ്റെ അരികിലെത്താൻ ഈ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. അന്ന് എഴുതിയതാണ്, യോസേഫിനെ ദൈവം ഉയർത്തിയതുപോലെ, യോസേഫിനെ മന്ത്രി കസേരയിൽ കൊണ്ട് ഇരുത്തിയതുപോലെ നിന്നെ ഇരുത്താൻ കഴിവുള്ള ദൈവമുണ്ട്. നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നിന്റെ കയ്യിൽ തരാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? ഒന്നുമില്ലാത്തവനായി നാട് വിട്ട് കൂട് വിട്ട് നാമധേയക്കൂട്ടം വിട്ട് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി വഴിത്തിണ്ണയിൽ കിടക്കേണ്ടി വന്നെങ്കിലും ഇന്ന് എൻ്റെ ദൈവം യോസേഫിനെ മാനിച്ചതുപോലെ, യോസേഫിനെ ഉയർത്തിയതുപോലെ പാട്ട് തന്നത് ദൈവമാണെങ്കിൽ പാട്ട് പാടാനൊരു സമയമുണ്ട്.